നടക്കുന്ന ഓണാഘോഷത്തിൽ പങ്കെടുക്കാനാണ് എന്നോട് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ നോർത്ത് മേഖലയുടെ പ്രസിഡന്റ് പ്രവീൺ കുമാറാണ്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ നമ്മുടെ ജില്ലാ സെക്രട്ടറി രമേശേട്ടൻ അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രശാന്തേട്ടൻ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ നോർത്ത് മേഖല വനിതാ വിങ്ങിലെ ചെയർപേഴ്സൺ സുമിതേച്ചിക്ക് സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ സിറ്റി നോർത്ത് മേഖലയുടെ വനിതാ വിങ്ങിൻ്റെ കൺവീനർ സിലിയേച്ചിക്കും സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ നമ്മുടെ ട്രഷറർ അജിത്തേട്ടനും സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മെമ്പർമാർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രവീൺ കുമാർ. എല്ലാവർക്കും നമസ്കാരം. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി നോർത്ത് മേഖലയുടെ 2025 ഓണാഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാവരും തിരക്കിലാണ്. ആ തിരക്കുകളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് കുറഞ്ഞ സമയം ഒത്തുകൂടി വളരെ സന്തോഷമായി ഒരു ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിച്ചത്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, അതായത് നമ്മുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ നമ്മൾ ആഘോഷിച്ചു വന്നിട്ടുള്ള ഓണവും ഇന്നത്തെ ഓണം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അന്നൊന്നും പൂ വാങ്ങാനൊന്നും ആരും പോകാനുണ്ടായിട്ടില്ല. നമ്മുടെ തൊടികളിലും നാട്ടിൻപുറങ്ങളിലും ഒക്കെ ഉള്ള പൂവുകൾ പറിച്ചുകൊണ്ട് ഓണപ്പാട്ടുകൾ പാടിക്കൊണ്ട് പൂപ്പാട്ടുകൾ പാടിക്കൊണ്ട് ഓണം അത്തം 10 ദിവസം നമ്മൾ ആഘോഷിക്കുകയും അതിന് തിരുവോണ ദിവസം ആഘോഷിക്കുകയും ഇന്ന് എല്ലാം ഒരു ഇൻസ്റ്റന്റ് ഓണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പൂ വാങ്ങാൻ പോകണം, അതുപോലെ തന്നെ സദ്യ ഏൽപ്പിക്കാൻ പോകണം. സദ്യ വീട്ടിലുണ്ടാക്കുന്ന ആളുകളൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങി. എല്ലാം ഇൻസ്റ്റന്റായി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ പഴയകാല ഓണ ഓർമ്മകളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയ കാലങ്ങളിൽ പറയുക മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന പഴയ പാട്ടുകളും ഓണക്കളികളും എന്താ പറയുക വടംവലികളും എല്ലാ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഈ വരുന്ന ഒരാഴ്ചക്കാലം, അതായത് ബുധനാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ പ്രിൻറ്റേഴ്സ് അസോസിയേഷൻ്റെ എല്ലാ മേഖലകളിലും ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഓണാഘോഷം പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഓണാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. അവർ തന്നെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സിറ്റി നോർത്ത് മേഖലയുടെ വനിതാ വിംഗ് ചെയർപേഴ്സൺ സുഭദേച്ചിയെ ക്ഷണിക്കുന്നു. സദസ്സിലിരിക്കുന്നവർക്കും എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഒരുപാട് പേര് നമ്മുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളതാണ്. എല്ലാവർക്കും എത്തിച്ചേർന്നതിന് ആദ്യമേ തന്നെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. സദസ്സിലുള്ള എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ. നമ്മുടെ ഓണം തുടങ്ങി കഴിഞ്ഞു. ഇനി ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഓണം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പൂർണ്ണമായിട്ടും നമുക്ക് ഇവിടെ ആഘോഷിക്കാം, ബാക്കി വീട്ടിൽ ആഘോഷിക്കാം. ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ മാവേലി നാട് ആണെങ്കിലും കാണും എല്ലാവരും ഒരുപോലെ, അതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നി. പുതിയ ആൾക്കാർ വന്നു, 2 പേരൊക്കെ പരിചയപ്പെടാൻ തുടങ്ങി. കുറച്ച് നല്ലൊരു ഗ്രൂപ്പിനെ കാണാം. പെട്ടെന്ന് എല്ലാവരും നേരത്തെ കാലത്തെ എത്തി. അത് വലിയൊരു ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. 1 മണീൻ്റെ മുമ്പ് എല്ലാവരും കഴിക്കുന്നതിന് മുമ്പ് തന്നെ എത്തിയല്ലോ. എല്ലാവർക്കും നമുക്ക് അത്ര ഭംഗിയായിട്ട് ഇരുന്ന് ഇതിങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് ഒരു നന്ദി പറയണം. എല്ലാവരോടും നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഈ നമ്മുടെ മുൻ പ്രാസംഗികരോട് പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു സദസ്സിലൂടെ നമുക്ക് എത്തിപ്പെടുക്കാൻ പറ്റിയതിൽ സന്തോഷം. ഒരുപാട് ആളുകൾ ഇനിയും എത്തിപ്പെടാനുണ്ട്. ആ ഒരു പോരായ്മ കൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അടുത്ത നമ്മളൊരു എന്താഘോഷമാണെങ്കിലും അതിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തുമ്പോണ്ടാവുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും ആളുകൾ നമ്മളൊരു വീട്ടിലെ അങ്ങനത്തെ പോലെ ഇവിടുത്തെ പൂവിലോ എല്ലാം കാണുമ്പോൾ നമുക്കെല്ലാം ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവും. നിറഞ്ഞ മനസ്സോട് കൂടിയായിരിക്കും നമ്മൾ അറിയിക്കുന്നുണ്ടാകാം. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഘോഷം എന്ന് പറയുന്നത്. ആഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ചിട്ട് ഇവിടെ ഓണത്തിനെ കുറിച്ച് നമ്മുടെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഓണം എന്ന് പറയുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഓണാഘോഷം എന്ന് പറയുന്ന ഒരു ഉത്സവത്തിൻ്റെ ആയിരുന്നു അല്ലേ. നമ്മളെല്ലാവരും ഏകദേശം ഒരു ഏജിലുള്ള ഒരു ആളുകളാണ് ഇരിക്കുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ പൂ പറിക്കാൻ പോകുന്നത് 10 ദിവസം ഓണം സ്കൂളിൽ ലീവ് കിട്ടുന്നതിനുള്ള ആ ഒരു നമ്മുടെ സദസ്സ് കാണുമ്പോൾ 3 വയസ്സ് മുതൽ ഒരു 75 വയസ്സ് ഈ സദസ്സ് നിറഞ്ഞിരിക്കുന്നു. ഓരോരുത്തരുടെ മനസ്സിലും ഓണം ഓരോ രീതിയിലായിട്ട് ഞാൻ കാണുന്ന രീതിയിലായിരിക്കില്ല ഓണത്തെ കൊണ്ടുവരുന്നത്. നമുക്കറിയാം ഓണം അത് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. അതൊരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. കാരണം കേരളത്തിലല്ലാതെ ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ കാണില്ല. കാരണം കേരളത്തിൽ മാത്രം കിട്ടിയൊരു സൗഭാഗ്യമാണ്. അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസം 10 ദിവസം നമ്മൾ ഈ ഓണം ആഘോഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോ ഓണം 6ാം ദിവസം 6 ദിവസം പിന്നിട്ടിട്ടുള്ളൂ. ഈ 6 ദിവസം ഈ ഓണിൽ വരെ 6 ദിവസം ഓണപരിപാടികളായിരുന്നു. ഈ ഓണം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമുക്കത് അറിയാൻ പറ്റുക. അത്രയും സിറ്റിയിൽ ഒരു ഹോൾ കിട്ടാൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ എല്ലാ ഹോളുകളിലും ഓണപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഓണത്തെ സമീപിക്കുന്നത് നമ്മളുടെ ഒരു കൂട്ടായ്മ, നമ്മളുടെ ഇടയിലെ സൗഹൃദം ഇതൊന്നും നിലനിർത്താനും അതിലുള്ള സന്തോഷം പങ്കുവയ്ക്കാനും എല്ലാവർക്കും വേണ്ടി ഹൃദയമായ ഓണാശംസകൾ. ഇവിടെ ആശംസ പറയാനാണ് ഇവിടെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് എല്ലാവർക്കും ഓണാശംസകൾ വന്നതിൽ കഴിഞ്ഞു. കുറച്ച് നേരത്തെ പറഞ്ഞു ഒരു ഓണത്തെ പറ്റിയൊരു ഓർമ്മ. ഒരു 6 വയസ്സുള്ള സമയത്ത് 6 വയസ്സ് 7 വയസ്സ് മാക്സിമം
കുറച്ച് പൊക്കമുള്ള ആളാണ്. ചുറ്റുവട്ടത്തുള്ള ഒരു 5-6 ചെക്കന്മാരും ഒരു 5-6 പെൺകുട്ടികളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഓണത്തിന് പൂപ്പറിക്കാൻ പോണ ഒരു പരിപാടി. സത്യത്തിൽ മെയിൻ ഉദ്ദേശം പൂപ്പറിക്കുന്നതല്ല, പക്ഷെ വട്ടിയൊക്കെ എടുത്തിട്ട് തുമ്പപ്പൂ ഉള്ള സ്ഥലത്തേക്ക്, അതേമാതിരി അതിരാണി പൂക്കളുള്ള സ്ഥലത്തേക്ക് ഇതൊക്കെ പോകുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് വെള്ളത്തിൽ കളിക്കാൻ വരികയും സമ്മതിക്കില്ല. അപ്പൊ ഈ ഓണത്തിന് പൂപ്പറിക്കാൻ പോകാൻ പിന്നെ ആരും നോക്കൂല, എവിടെ പോയാലും ഒരു കുഴപ്പമില്ല. ഞാൻ ആ സമയത്ത് താമസിച്ചത് പയ്യാറയ്ക്കൽ എന്നുള്ളൊരു സ്ഥലത്തേക്ക്. അവിടുന്ന് ബീച്ച് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇഷ്ടം പോലെ അതിരാണി പൂക്കൾ നിറഞ്ഞിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ആമ്പൽ പൂക്കള്, കൊളവാഴ, ഇതൊക്കെ നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നിന്നു ചിരിക്കും നിന്നു ചിരിക്കും ജീവിക്കും
ആരെങ്കിലും ഇതിൽ വായിക്കില്ലെങ്കിൽ ഒരു 10 നിമിഷത്തിന് ശേഷം 100 നിമിഷം വരാവും. 10 നിമിഷം 100 നിമിഷം വരാവും. ആ 100 നിമിഷത്തിൽ ഒരാൾ ഒന്ന് പാട്ട് പാടിയില്ലെങ്കിൽ ഞാൻ തന്നെ പഠിപ്പിക്കുന്നതായിരുന്നു. വളരെ വിനയപൂർവ്വം പറയുകയാണ്. ഇപ്പോ 2 ഓഫറാണ് നടക്കുന്നത്. ഒന്ന് 10 ദിവസത്തിന് മുൻപ് ഭാര്യ ഭർത്താവ് എടുത്തൊരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടെങ്കിൽ 100 രൂപ വാങ്ങാം. രണ്ടാമത്തെ ഏതെങ്കിലും ഭാര്യമാർക്ക് ഭർത്താവിന് 2 ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആരും പോയിട്ട് ഫോട്ടോ സ്റ്റുഡിയോ എടുക്കാനൊന്നും നിൽക്കണ്ട, അത് തരില്ല. ഉണ്ടെങ്കിൽ 100 രൂപ തരുന്നത്. അതിലേക്ക് പോട്ടെ, അത് ഒഴിവാക്കി. ഒരു പരദൂഷണം പറയാൻ പാർക്കിങ്ങിന് പെണ്ണുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണോ? എന്തൊരു കഷ്ടാണിത്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ടാവും അവിടെ. ഇവരൊരു പരദൂഷേ ആ ചേച്ചി ഡ്രസ് ഒട്ടും നന്നായിട്ടില്ല. അപ്പൊ എന്താക്കാനാ? ഓരോരുത്തരും ഇഷ്ടല്ലേ, അടുത്താക്കി കൊടുക്കാം. ആരാണ് ലാസ്റ്റ് നിർത്തുന്നത് അത് സമ്മാനം കൊടുക്കാം. പറഞ്ഞാൽ ഈ ചേച്ചി ഡ്രസ് ചെയ്ത് നന്നായിട്ടില്ല, സാരി എടുത്ത് എന്ത് കഴിയുന്നു. ഒരു പരദൂഷാണ്. ഞാൻ കുടുംബശ്രീ ഒന്നും പോയില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഇത് നോക്കികൾ മൊത്തം കുടുംബശ്രീകളെ പറ്റിയിട്ട് കൊടുത്തോ. ഈ പരദൂഷണിൽ ഫസ്റ്റ് ഒരു ആദ്യത്തെ പടി 30 മുകളിൽ കയറിയേക്കണേ. ഞാൻ കുടുംബശ്രീ ഒന്നും പോയില്ല, അതുകൊണ്ട് പരദൂഷണം എനിക്ക് അറിയാം. അപ്പൊ കുടുംബശ്രീയിൽ പോകുന്നതാണ് ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. പരദൂഷണം ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് പരദൂഷണത്തിൽ ആണല്ലോ. അതല്ലേ പറഞ്ഞത് നല്ലൊരു പരദൂഷണം. ഇവര് വരെ അറിയാണ്ട് ഒരു പരദൂഷണം പറഞ്ഞു. അതായത് കാര്യം. മനസ്സിലല്ലേ പെണ്ണുങ്ങൾക്ക് ഇതിനേക്കാൾ ഈ പരദൂഷണം പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്ത് മനുഷ്യനും നടത്താൻ പറ്റും? മറുപടി ഒക്കെ വേറെ ഒന്നും പറയാൻ അറിയില്ല, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ഇവര് പരദൂഷണത്തിൽ 31 പുതിയിട്ട് സമ്മാനം വാങ്ങാനുള്ള പരിപാടിയാണ്. എന്നുവെച്ചാൽ പറഞ്ഞു വെച്ചാല് ഒരു നല്ല ചെറുപ്പമാണ്. ഇപ്പോഴും കല്യാണം കെട്ടി കുട്ടികളുടെ തോന്നുന്നുണ്ട്. ചെയ്യ അപ്പൊ സമ്മാനം ഏകദേശം ഉറപ്പിച്ചുകൊണ്ട് കേട്ടോ. ഇനി ഒറ്റ റൗണ്ട് കൂടി പോയാൽ ഈ ബോക്സിങ്ങിലൊക്കെ റിങ്ങിൽ കണ്ടില്ല. ഇവർ സെക്കൻഡ് റൗണ്ട് ഇവർ വിൻ ചെയ്തിരിക്കും. ഇവര് ബോസാണ്. അവർ 10 ചാൻസ് ചേർന്ന് റെഡിയായി വന്നു. 30ക്ക് ഭയങ്കര കമ്മിയാണ്. എന്നെ കണ്ടില്ല, എനിക്ക് അങ്ങനത്തെ ഒരു കമ്മിയില്ല. എനിക്ക് ഭയങ്കര കമ്മിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ സംഗതി ശരിയാണ്. 30ക്ക് കമ്മിയാണ്. 30 വളരെ കറക്റ്റാണ്. അപ്പൊ ഈ ഒരു ചെറിയ 3 റൗണ്ടിൽ ഇതിനേക്കാളും നന്നായിട്ട് സ്മാർട്ടായിട്ട് ഞാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ ടക്ക് ടക്കെന്ന് ഓരോരു പരദൂഷണം പറയാൻ പറ്റിയ ആരാണെങ്കിലും വിടില്ല. കസവ് നേരിട്ടാലും ഒരു കുഴപ്പമില്ല, കഴുത്തിന് സ്വർണ്ണമാലിട്ടാലും കുഴപ്പമില്ല, കാതിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാതിൽ വലിയ ലോക്കാണ് കുഴപ്പമില്ല, സാരി ഇട്ടാൽ കുഴപ്പമില്ല, ചുരിദാർ ഇട്ടാൽ കുഴപ്പമില്ല, ചെരുപ്പിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ചെരുപ്പിട്ടാലും കുഴപ്പമില്ല. ആർക്കും മനസ്സിലാവും, വരാം, പെട്ടെന്ന് വരും. ഇങ്ങനെ തൽസ്ഥാനത്തേക്ക് പറഞ്ഞ ഇവരാണ് നിങ്ങളുടെ പരിപാടിയിൽ വിജയിച്ചത്. ഇവർക്ക് ഓണം കഴിഞ്ഞോടെ ഫ്രീ. മണിക്കുയിലേ
പിന്നെ രാജേച്ചിൻ്റെ മോള് രാജേച്ചിൻ്റെ മോള് രാജേഷ് അതില്ലേ തോന്നിയത് എനിക്ക്